പാതിവില തട്ടിപ്പിൽ ഫണ്ട് ലഭിച്ചെന്ന പ്രതി അനന്തകൃഷ്ണൻ അവകാശപ്പെടുന്ന കമ്പനികളോട് വിവരങ്ങൾ തേടാൻ പോലീസ് തയ്യാറെടുക്കുന്നു. തൻ്റെ അക്കൗണ്ടുകളിലേക്ക് എത്തിയത് CSR ഫണ്ട് തന്നെ ആവർത്തിക്കുകയാണ് അനന്തകൃഷ്ണൻ. തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണം പെരുകുകയാണ്. കേരളം കണ്ടതിൽ ഏറ്റവും വലിയ തട്ടിപ്പായി മാറുന്നത്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സതുദ്ദേശമുള്ള ഫണ്ടിനെ ഇത്രയധികം ദുരുപയോഗപ്പെടുത്തിയ മറ്റൊരു വില്ലൻ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. വിഷ്ണു സുരേഷ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണു? പറയൂ. എസ്കെൻ, ഗുഡ് മോർണിംഗ്. അനന്തകൃഷ്ണന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് CSR ഫണ്ട് തന്നെയെന്ന് അനന്തു ആവർത്തിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഏതെല്ലാം കമ്പനികൾ, അനന്തു പറഞ്ഞ ചില കമ്പനികളുടെ പേരുണ്ട്, ആ കമ്പനികളെയൊക്കെ ബന്ധപ്പെട്ട് ഇയാൾക്ക് ഇത്തരത്തിൽ പണം കൈമാറിയിട്ടുണ്ടോ എന്ന് വിവരം തേടാൻ ഒരുങ്ങുകയാണ് പോലീസ്. നമുക്കറിയാം, ഈ CSR ഫണ്ട് ലഭിക്കണമെങ്കിൽ അതിന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ പ്രോജക്റ്റൊക്കെ നമ്മൾ നേരത്തെ സമർപ്പിക്കണം. അതുമാത്രമല്ല, ഇവർ ഈ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കൈമാറുക. അപ്പോൾ അത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ, അനന്തുവിൻ്റെ 19 ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച ഘട്ടത്തിൽ അതിൽ ഒരിടത്തും ഈ വലിയ കമ്പനികളുടെ പേരുകളൊന്നും കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. അപ്പോൾ പോലീസ് ഇപ്പോഴും പ്രാഥമികമായി വിലയിരുത്തുന്നത് CSR ഫണ്ടൊന്നും വന്നിട്ടില്ല എന്നാണ്. എന്നാൽ ഇയാളുടെ മൊഴി കുറച്ചുകൂടി സംശയ ദൂരീകരണത്തിൻ്റെ ഭാഗമായാണ് ഈ കമ്പനികളിൽ നിന്ന് വിവരം തേടാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. മറുവശത്ത് കേസുകളുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ്. കുന്നത്തുനാട് 130 പേരാണ് പരാതി നൽകിയത് അനന്തകൃഷ്ണനെതിരെ. അതുമായി ബന്ധപ്പെട്ടൊരു FIR രജിസ്റ്റർ ചെയ്തു. പറവൂരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലൊരു ഡോക്ടറും പ്രതിയാണ്. ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ച്, അതോടൊപ്പം തന്നെ ഈ NGOകൾ ഉപയോഗിച്ചെല്ലാമാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. അനന്തകൃഷ്ണനെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ മേടിച്ചിട്ടുണ്ട്. ഇന്നൊരു പക്ഷേ അനന്തു താമസിച്ചിരുന്ന മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുപ്പിനുള്ള സാധ്യതയുമുണ്ട്. പരമാവധി വിവരങ്ങൾ ഇയാളിൽ നിന്ന് ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുൻപിലുള്ള വെല്ലുവിളി. ഈ മൂവാറ്റുപുഴയിലെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞാൽ അനന്തുവിനെ മറ്റ് കേസുകളിലേക്ക് കസ്റ്റഡിക്കായി കൈമാറും. അങ്ങനെ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിൻ്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത് എവിടെ നിന്ന് അവസാനിക്കും എന്നുള്ളതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ ഉണ്ടോ എന്നൊരു സംശയം ഈ ഘട്ടത്തിൽ ഉയർന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷിക്കുന്ന ഘട്ടത്തിലായിരിക്കും അത്തരം വിശദാംശങ്ങളിലേക്ക് പോവുക. നിലവിൽ അനന്തകൃഷ്ണനെയും അയാളുടെ ബാങ്ക് അക്കൗണ്ടുകളെയും അയാൾ ഈ തുക എന്തിനുപയോഗിച്ചു എന്നതും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. SK. താങ്ക് യു വിഷ്ണു സുരേഷ്.